മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. നമസ്കാരം. ഈ അടുത്ത കാലത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് അവിടെ നിന്ന് വെല്ലുവിളിക്കുകയും അവർ പോയി എന്ന് അറിഞ്ഞ ശേഷം വെല്ലുവിളിക്കുകയും പിന്നീട് നടന്നു നീങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കളിതമാശ പറഞ്ഞെത്തിയ അവരെ MN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ പിണറായി വിജയൻ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവർക്ക് ഗുരുതരമായ പരിക്കേറ്റെന്നും ഈ പറയുന്ന KSU വിദ്യാർത്ഥികൾ ആക്രമിച്ചെന്നും പറയുന്നൊരു കള്ളപ്പരാതി കള്ളസംഭവം ഉണ്ടാക്കി. പിന്നീട് ആ നടിയെ, അതായത് വീണ ജോർജ് എന്ന നടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അവിടെ പിണറായി വിജയൻ പറന്നെത്തുകയും ചെയ്തു. എന്നിട്ട് വലിയ തോതിൽ UDF-നെതിരെ, KSU-നെതിരെ, കോൺഗ്രസിനെതിരെ പ്രതിഷേധം അറിയിക്കുക. ഇതൊക്കെ ഗുരുതരമായി ഗുണ്ടായിസമാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ വീണ ജോർജിന് പരിക്കേറ്റില്ല, KSU വിദ്യാർത്ഥികൾ തൊട്ടിട്ടില്ല, പ്രതിഷേധം കാണിച്ച് അവർ പോയി. അതിൻ്റെ പേരിലാണ് അവർ 16 ദിവസം ജയിലിൽ കിടന്നത്. എന്നാൽ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ ഒരു പാവപ്പെട്ട നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ജാതീയതയുടെ പേരിൽ അവിടുത്തെ കോളേജ് അധ്യാപകരുടെ ക്രൂരമായ പീഡനമേറ്റ് ആത്മഹത്യ ചെയ്തിട്ടും ആ മണ്ഡലത്തിൻ്റെ MLA ആയ, കേരളത്തിലെ മുഖ്യമന്ത്രിയായ, ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ നടക്കുന്ന ഞെട്ടിക്കുന്ന ക്രൂരതയുടെ ഓരോ കാര്യങ്ങളും അവസാനം പേടിച്ചരണ്ട് നിന്നിരുന്ന പെൺകുട്ടികൾ ധൈര്യം സംഭരിച്ച് നിതിൻ രാജിൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് കേട്ട് നമ്മൾ ഞെട്ടിത്തിരിച്ചു പോകും. എന്തെല്ലാം ക്രൂരതകളാണ് ഈ പറയുന്ന അധ്യാപകൻ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. പ്രാകൃതമായ പഴയകാലത്തെ ഭൂപ്രഭു ഗുണ്ടാ മാഫിയയുടെ പ്രതീകമായി മാറിയ റാം എന്ന് പറയുന്ന അധ്യാപകൻ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, ഡെൻ്റൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളോടും വളരെ മ്ലേച്ഛമായ രൂപത്തിലാണ്, വളരെ മോശമായ രൂപത്തിൽ നമ്മളെ കേരളത്തിൻ്റെ സംസ്കാരമൊക്കെ ഇല്ലാതാക്കുന്ന, നമ്മളെ തോലിരിഞ്ഞു പോകുന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും എങ്ങനെ ഇത്തരം കോളേജുകളിലേക്ക് അയക്കാൻ പറ്റും? ഈ കോളേജിനെ പറ്റിയുള്ള ദുരൂഹമായ ധാരാളം സംഭവങ്ങൾ ക്രൈമിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഉള്ള വിദ്യാർത്ഥിനികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുകയാണ്. ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഇത് പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ തന്നെയല്ലേ എന്ന് നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണം. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇതാണെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് എന്താണ് സ്ഥിതി? ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ പിണറായി വിജയൻ? ഹെലികോപ്റ്ററിൽ ലോകം മുഴുവൻ ചുറ്റിയടിച്ച് നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന പരാന്നഭോജിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ കോളേജിൽ ഇത്രയും ക്രൂരത നടന്നിട്ടും ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഒന്ന് കാണാതിരുന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ആരെയെങ്കിലും പറഞ്ഞയക്കാതിരുന്നത്? CPM-ൻ്റെ ആരെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും പറഞ്ഞയച്ചോ? എന്തുമാത്രം അദ്ദേഹം വീണ ജോർജിന് വേണ്ടി എന്തുമാത്രമാണ് പോയി അഭ്യാസങ്ങൾ കാണിച്ചത്? ഇല്ലാത്ത കള്ളക്കേസിൽ KSU വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചപ്പോൾ, ജയിലിലിട്ടപ്പോൾ, അതേപോലെ ഈ കോളേജിലെ അധ്യാപകരെ മിനിറ്റുകൾ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും അവരെ രക്ഷപ്പെടുത്തിയത് പിണറായി വിജയനാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോലീസിനെ നിർവീര്യമാക്കി അവിടെ ഈ കോളേജിലെ അധ്യാപകരെ, ഈ പറയുന്ന പ്രതികളെ രക്ഷപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ അറിവോട് കൂടിയിട്ടാണ് എന്നാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ ഒരു കോളേജിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഓൺ ദ സ്പോട്ട് അറസ്റ്റ് ചെയ്യില്ലേ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? നമുക്ക് എന്തായാലും ആ കുട്ടികൾ പറയുന്നത് പൂർണ്ണമായി കേൾക്കാം. മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. എൻ്റെ പേര് ആർച്ച. ഞാൻ നിതിൻ്റെ ക്ലാസ്മേറ്റാണ്. ഫസ്റ്റ് ഇയർ BDS സ്റ്റുഡൻ്റാണ്, അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. ഇച്ചിരി നിറം കൂടിയ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്താ സംസാരിക്കുന്നത്.
ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ കടന്നിട്ട് വന്നേ, അവരും സൂയിസൈഡിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളോട് പറഞ്ഞു റാമെന്ന് പറഞ്ഞ സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മൾ എത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ അങ്ങനെ കളയും. അത് പേടിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല, മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടിന് അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്നത്. അവൻ ടാർഗറ്റായിരുന്നു സാറിൻ്റെ. ക്ലാസ്സിൽ വെച്ച് അവനോട് മീറ്റിങ്ങിന് എന്താ വരാത്തത് ചോദിച്ചു പാരൻസ്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ, സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വരാൻ പറ്റത്തില്ലേ ചോദിച്ചു. അങ്ങനെ അവനോട് എന്തോ പറഞ്ഞു, എന്നാൽ നിൻ്റെ ഓർഗനും കൂടെ നീ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടുപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് ചെയ്യാത്തത്. ചെയ്യുമ്പോൾ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോൽപ്പിക്കും, 5.5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലോ ഒന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യമാണ്. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്, ഇതിലൊന്നും കള്ളത്തരം ഒന്നുമില്ല. ഞങ്ങൾ നേരത്തെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ സീനിയറാണ്. അപ്പോൾ ഞങ്ങൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റിൽ നിന്ന് സംസാരിച്ച ശാലവും അവരുടെ ബാച്ചൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ പേര് കീർത്തി, ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ. സംഭവത്തിന് ശേഷം കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ ആരും ഇങ്ങോട്ട് വന്നില്ല. വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യമാണ്. ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇതാരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നിതിൻ വീണു എന്ന് മാത്രമേ അറിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫുഡും കാണിട്ട് എല്ലാവരും ഓടിയപ്പം അവിടെ ഫുൾ എന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ടീച്ചേഴ്സ് ഓട്ടം, സാറന്മാരോട്ടം, എല്ലാവരും എന്താണെന്നറിയില്ല, എല്ലാവരും ഷോക്കായി, ഇപ്പോൾ തളർന്നു പോയി. മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു. എല്ലാവരും അങ്ങ് എന്താ പറയണ്ടേന്ന് അറിയില്ല. ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിപ്പോയി. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്ന് മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം, എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. നിതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനെന്ന് എപ്പോഴും പറയുന്നത് അവൻ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇങ്ങോട്ട് വന്നേ, വീട്ടിലേക്ക് നമ്മൾ വന്നേ. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അല്ല വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ കാഷ്വാലിറ്റി ഇന്നപ്പോൾ പേഷ്യൻസ് പറയുന്നുണ്ടായിരുന്നു അവൻ ആ മോളിൽ നിന്ന് ചാടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ടോക്കൊന്നും അതിനെ പറ്റി വന്നിട്ടില്ല. ഇല്ല, അന്ന് ക്ലാസ്സിൽ നിതിൻ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അവൻ ബി ബാച്ചാണ്, ഞാൻ എ ബാച്ചിൻ്റെ എന്തെങ്കിലും ലാബ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ബി ബാച്ചിന് അന്നത്തെ ദിവസം ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 2 മണിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഏതോ 2 കുട്ടികളെന്തോ നിതിനെ കണ്ടു എന്ന് പറയുന്നു, പക്ഷേ ബാക്കി ആരും കണ്ടിട്ടില്ല. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോഴേ തന്നെ എല്ലാവരും പോയി. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ അധ്യാപകർ കേൾക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അധ്യാപകർ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ഇതിലായിട്ടാണോ നിൽക്കുന്നത് ടീച്ചേഴ്സ് അവിടുത്തെ? നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അതിന്റെ കാര്യങ്ങൾ നോക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഡെന്റൽ അനാറ്റമിയുടെ കാര്യത്തിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3rd ഇയറിൽ അത് ഓറൽ പാത്തോളജി ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാർ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു. ഇന്ന് സ്റ്റുഡൻസ് പറഞ്ഞ എല്ലാം സത്യമാണ്.
എനിക്കിപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് റാംസർ ദന്തൽ അനാട്ടമി മാത്രമേ ഉള്ളൂ, പിന്നെ പ്രോസ്റ്റോ കൺസർവേറ്റീവ് അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദന്തൽ അനാട്ടമിയിൽ ഈ സാറ് HOD സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല, ഒരു മൃഗവാ അത്, സാറല്ല അത്. സംഗീത മാം ക്ലാസ്സിൽ എന്താ എല്ലാവരും പഠിപ്പിച്ചിട്ട് പോകുന്നു, സ്റ്റാഫ് റൂമിലെ കാര്യം അറിയത്തില്ല. ഇപ്പം നിതിൻ പറഞ്ഞിങ്ങനെ സ്റ്റാഫ് റൂമിലെ കാര്യം നമ്മളോടൊക്കെ സംഗീത മാം പഠിപ്പിക്കുന്നു പോകുന്നു, വേറെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. എന്തോ അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ അവനെ പുറത്താക്കിയപ്പം അവൻ ചോദിച്ചു, ദേവി എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു, എടാ നീ കൂളാവും, നമുക്ക് നോക്കാം. പിന്നെ അവൻ എന്തോ കുറച്ച് സമയം വിഷമമൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ഇപ്പം വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവനെ വിളിക്കാറുണ്ട്, എടാ നീ വാ, ഞാൻ ഉണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കുക, ഞാനുണ്ടാ, നീ ഒറ്റപ്പെടുമോ അങ്ങനെ ഒന്നും വിചാരിക്കണം, എന്നോട് എല്ലാവരും മിണ്ടും, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിളിക്കുമ്പോൾ സംസാരിക്കും, എന്നിട്ട് വരികയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. അതെ, അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിതിൻ ക്ലാസ്സിൽ വരാൻ മടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റി എനിക്കറിയില്ല. അന്നവനും എന്തോ വരാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കൂടുതൽ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങളോട് ഈ കാര്യങ്ങൾ പുറത്ത് പറയരുതെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോളേജിന്റെ ഇല്ല, എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞോ, ഞാൻ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ, ഞാൻ ഒരിക്കലും സാറിനെ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ പുറത്ത് പറയുന്നതിനായിട്ട് ധൈര്യം തന്നതിന്റെ പ്രിൻസിപ്പൾ സാർ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദന്തൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഇനി റാം സാർ വന്നാൽ നമ്മളിപ്പോൾ പറയുന്നത് എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ തേർഡ് ഇയറും ഫസ്റ്റ് ഇയറും റാം സാർ ഉണ്ട്. ഇപ്പോൾ സാറിന് ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യും. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഇപ്പം ആരും ഒന്നും മിണ്ടാത്തത്. എനിക്കിത് പറഞ്ഞാൽ ഓക്കെ, എൻ്റെ ബാക്കിയുള്ളവർ എനിക്ക് പറയുമെന്ന് എനിക്കറിയാം, അത് ഞാനായിട്ട് തന്നെ എൻ്റെ ക്ലാസ്സിൽ പറയാമെന്ന് വെച്ചേ. ആ ഒരു അധ്യാപകൻ അവിടെ തുടരുന്നത് നിങ്ങൾക്ക് വീണ്ടും ഭയം ഉണ്ടാക്കുന്നുണ്ട്? ഉണ്ട്. അങ്ങേര് പഠിപ്പിക്കാനേ വരാൻ പാടില്ല, ഒരു കോളേജിലും ഒരു സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാൻ പാടില്ല, അങ്ങേര് പാടില്ല, സാറല്ല അത്. പിന്നെ തിരിച്ചു വന്നല്ലോ ക്ലാസ്സിലേക്ക്. അപ്പൊ നമ്മുടെ അവിടെ ഒരു ലതാ എന്ന പേരുള്ള ടീച്ചർ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ലതാ മാം ഇങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ലതാ മാം നോട്ട്സ് അയച്ചു കൊടുത്ത് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നല്ല സപ്പോർട്ടീവാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മാം എപ്പോഴും സ്റ്റുഡൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു മാമാണ്. പഠിക്കുക, എക്സാം ലാസ്റ്റ് സമയമായാലും ഇപ്പോൾ ഇന്റേണൽസ് എക്സാമിനൊക്കെ നന്നായിട്ട് നോട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാമാണ്. ലതാ മാം അങ്ങനെ ചെയ്യാറില്ല. ചെയ്യാറില്ല. നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആയിട്ട് പോലും നമ്മളെ ഇപ്പോഴും കോൺടാക്ട് ഉള്ള മാം വളരെ ചുരുക്കം മാമിൽ ഒരാൾ ലതാ മാം ആണ്. അപ്പോൾ ലതാ മാം ഒന്നും അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാ. അതായത് എക്സാമിന് എങ്ങനെ എഴുതണം എല്ലാ രീതിയിലും പറഞ്ഞു നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചറാണ്. സംഗീത മാം ആയിരുന്നാലും അങ്ങനെയാണ്. സംഗീത മാമും അങ്ങനെയാണ്. ക്ലാസ്സിൽ വന്ന വരിക, മാമിന് എന്താണോ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് മാം അത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുക, അത് മാത്രം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം, അങ്ങനെയൊക്കെയുള്ളതാണ് സംഗീത മാം. മാം എങ്ങനെ ഇതിലേക്ക് വന്നെന്ന് അറിയാവുന്ന അറിയില്ല. അതായത് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം പോലീസൊക്കെ പറഞ്ഞത് ഒരു ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? അതിന്റെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പക്ഷെ ഇങ്ങനെ നമ്പർ ലതാ മാമിൻ്റെ വന്നേ, മാം ഇങ്ങനെ മാമിൻ്റെ ഫോണിൽ OTP സ്ക്രീൻഷോട്ട് OTP കോൾസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്.